എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടെ. ഇന്നിപ്പോ പുലർച്ചെ 4:30 അപ്പൊ അതായത് നമുക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസം. അത് നേരത്തെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ലൈറ്റും ഒക്കെ ഇട്ട് അപ്പഴാണല്ലോ നമ്മുടെ സെമ്പിരിക്കണ ടൈമൊന്നുമില്ല. നമ്മളെപ്പോഴാ ഇങ്ങനെ പുറത്തേക്ക് അപ്പൊ തന്നെ അവര് ഇറങ്ങണട്ടാ. ഇരിക്കു നോക്കിയ എന്താ വേണ്ടേ? എന്താ വേണ്ടേ? അങ്ങോട്ട് പോണോ? പോവാട്ടാ. തുറക്കട്ടെ. ഇതാണ് നമുക്ക് പണി. കണ്ട പോണേ ഒരു ലക്ഷം ഓടി അടി അവന് ഇരുട്ടൊന്നും പ്രശ്നമില്ല. ഓടിയാണ് അങ്ങോട്ട്. എന്റെ ബെൽറ്റ് വിട്ടേരാ കേട്ടോ. അവിടെ നിൽക്കും. ഞാൻ ബെൽറ്റ് ഇടിക്കട്ടെ. ഇവിടെ നിൽക്ക് പോരുത്. ഇവിടെ നിൽക്ക്. നീളത്തില് ചെറുത് വീട്ടിൽ കെട്ടിയ കാരനെ എവിടെയാണെങ്കിലും അങ്ങോട്ട് കെട്ടാൻ സുഖ. ബെൽറ്റ് ഇട്ടോടൊക്കെ തെറ്റിപ്പോയുടെ സിംബാദിന്റെ കഴുത്തിലത്തെ തെറ്റിട്ടു. ഇവിടെ നിന്നോട്ടാ. ഇനിയിപ്പോ നമുക്ക് പുറത്ത് തന്നെയാണ് നമ്മള് ആദ്യം ചോറൊക്കെ വെക്കുന്നത്. എന്റെ കൂടെ വേണ്ട സിംബ മാത്രല്ല, നമ്മുടെ കളക്കവും ഒക്കെ എണീറ്റുണ്ടല്ലോ. അവിടെ ബഹളം വെച്ചു തുടങ്ങി നമ്മുടെ സൗണ്ട് കേട്ടപ്പോഴേക്കും. അപ്പൊ നമ്മള് പുറത്ത് തന്നെയാട്ടാ ചോറൊക്കെ വെക്കുന്നത്. അപ്പൊ അത് കാരണമാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് നോക്കണേ. പിന്നെ ചായക്കും ഉണ്ട് എന്റെ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട്. എന്താ പറയാ, വെള്ളം ഒന്ന് തിളക്കണ വരെ നമ്മുടെ ആവശ്യമില്ലല്ലോ ഇവിടെ. പിന്നെ അടുക്കളയിലേക്ക് പോകാൻ പണി നടക്കി തുടങ്ങി. എനിക്ക് മറുപടി പറയാൻ എന്തോ തരാ. ഞാൻ പറയുന്നത് കേക്ക് ഉണ്ടോന്നും കൂടി എനിക്കറിയില്ല. ഇവരൊപ്പം സംസാരിക്കുന്ന കാരണം. അപ്പൊ ഞാൻ അടുക്കളയിൽ പോട്ടെ. ഞാനുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് 2 ഉള്ളി ഒപ്പം കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 കറി ഒരുമിച്ചായിട്ടുണ്ടല്ലോ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മള് കഷ്ണങ്ങളും എല്ലാം നോക്കി വെച്ച കാരണം വെച്ചെടുക്കാനായിട്ട് ഇനി ഭയങ്കര എളുപ്പാട്ടാ. എന്റെ കേബേജ് തോരൻ റെഡി ആയിട്ടാ. ഇനി നമ്മുടെ പയർ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു. ഒന്ന് ഇറക്കി കൊടുക്കട്ടെ. പയറോട് നമ്മൾ വെളുത്ത് പുരുട്ടിയായിട്ടുണ്ടായി നോക്കണേ. പയർ ഉപ്പി ഇനിയിപ്പോ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടാവും. നോക്കട്ടെ. വെന്തുണ്ട് കേട്ടാ. നമ്മുടെ
എല്ലാ കറികളൊക്കെ വേഗമായിട്ടതാ. സാമ്പാറിലേക്കുള്ള കടുക് പൊട്ടിക്കുക. അങ്ങനെ ചെറിയ ലാസ്റ്റത്തെ കുറച്ച് കടുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ. സാമ്പാറായിട്ട് ഇനിയിപ്പോൾ ഇതാ മീനും വറുത്തതിൽ കഴിഞ്ഞു കേട്ടോ. ഇനിയും എന്നിട്ടാന്ന് അറിയുമോ ചമ്മന്തി അരിക്കണം. പക്ഷെ ചമ്മന്തിയില്ല മാങ്ങ പൊട്ടിക്കഴിഞ്ഞാൽ മറന്നു. ബാക്കി എല്ലാ തലേ ദിവസം നമ്മുടെ പറമ്പിൽ കിടന്നൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടാ. മാങ്ങയുടെ കാര്യം എന്തോ ഞാൻ വിട്ടുപോയി. അപ്പൊ നമുക്കത് പൊട്ടിക്കാൻ പോവാൻ വേഗം. മാങ്ങ പൊട്ടിച്ചപ്പോൾ എണ്ണം കൂടി എന്നുള്ളോട്ടെ നമുക്ക് ഇത്ര മാങ്ങ വേണ്ട. ഷായേട്ടൻ്റെ അപ്പോൾ അതേ വേഗം ഇടയിൽ വന്നിട്ട് ഇല മുറിക്കൽ തുടങ്ങിയിട്ടാ. കാരണം കുറച്ച് ഇല നമുക്ക് കൂടുതൽ വേണേ. ഇലകളൊക്കെ ഈ കാറ്റുകാലം ഇപ്പോൾ വേണ്ട ഒക്കെ കീറിയിട്ട് നിൽക്കണേ. ഇലകൾ തപ്പി തിരഞ്ഞെടുക്കണ്ട പോലെയാ വാഴക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ലക്ഷമായിട്ട് എല്ലാം കീറി വെക്കുക അല്ലേ നോക്കിയേ. ആ അല്ലെങ്കിൽ ഓടി വന്ന് നമുക്ക് വേഗം വേഗം ഇല മുറിച്ച് വരാൻ പറ്റുന്നതാ. നമ്മൾ മാങ്ങ ചമ്മന്തിക്ക് നാളികേരം, അതേപോലെ മാങ്ങ, പിന്നെ എനിക്കൊരു കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, അതേപോലെ കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാട്ടോ ഉപ്പിട്ടിട്ട്. ഈ ഇല വാട്ടിയെടുക്കലാട്ടാ. ഷായേട്ടനും കൂടി ഒപ്പം നിൽക്കണ കാരണമാണ് എനിക്ക് എല്ലാം അതും വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റണേ. അപ്പൊ നമ്മൾ പൊതിച്ചോറിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ചോറ് പിന്നെ ആക്കുമല്ലോ. അതേ സാമ്പാറാക്കിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെ പുളിഞ്ചിട്ടാ, പിന്നെ അയില വറുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചമ്മന്തി, പിന്നെ നാരങ്ങച്ചാറ്, പിന്നെ കാബേജ് തോരൻ, പയറ്, ഉപ്പേരിട്ടാ. അപ്പൊ ഷായേട്ടന് എന്താ പറയാ ചോറ് പൊതിയുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ പൈസ വെക്കാറുണ്ടെന്ന്. അപ്പൊ ഞാനത് കവറിലാക്കി കൊടുക്കും. അതേപോലെ തന്നെ അയിലയിലും ഇലയിലും പൊതിഞ്ഞിട്ടാണ് നമ്മളതിൽ വെക്കാട്ടാ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിട്ട് നമ്മൾ പൈസ വെക്കുന്നത് എന്തിനാ കാണിക്കണേന്നുള്ള ചില സമയങ്ങളില് ചോദ്യങ്ങൾ വരാറുണ്ട്. അതെന്തുകൊണ്ടാണിങ്ങനെ നമ്മള് എന്താ പറയാ കുറെ പേർക്ക് നമ്മളിങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറയാറുണ്ട്, ചേച്ചി ഇത് ഞങ്ങൾക്ക് പറഞ്ഞത് നന്നായി, ഇനി തൊട്ട് ഞങ്ങൾ അങ്ങനെ വെക്കുന്നു. അപ്പൊ നമ്മള് നല്ല നിലയില് മറ്റുള്ള ആളുകൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. കുറെ പേര് പറയുന്നത് അതിനിപ്പോ കാശുകൾക്ക് കിട്ടിയാലോ, കുറെ പേര് അതിന് വേണ്ടി മാത്രം എടുത്തത്. എന്നാലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമ്മള് പൈസ തുടർന്ന് വെക്കാറുണ്ട്. എല്ലാ വട്ടം പൊതിച്ചോറും ഇപ്പോഴും അങ്ങനെ തന്നെ വെക്കാട്ട് ചെയ്യണേ. നമ്മൾ ചോറിട്ടിട്ട് സെൻറ്ററിൽ സാമ്പാർ ഇട്ടാ, പിന്നെ നമ്മുടെ തോരൻ ഇട്ടിട്ട് ഷായേട്ടൻ, പിന്നെ അത് പയറുപ്പേരി, പിന്നെ ചമ്മന്തി, മുട്ട, പുളിഞ്ചി. മീൻ മാത്രം നമ്മൾ നോക്കിയാൽ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് വെക്കണേ. കാരണം നമുക്കറിയാം നോൺ വെജ് എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മാത്രം ഇലയിൽ പൊതിഞ്ഞിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ പൈസ പിന്നെ നമ്മൾ കവറിലാക്കിയിട്ട് ഇലയുടെ മുകളിലായിട്ട് വെക്കും. ഷായേട്ടനാണെങ്കിൽ നല്ല എന്താ പറയുക നല്ല വൃത്തിയിലാണ് ചോറ് പൊതിയുക. എനിക്കത് കാരണം ഷായേട്ടനെ കൊണ്ടാണ് ചോറ് പൊതിയാൻ ഇഷ്ടം. പക്ഷെ രണ്ടുപേരും കൂടി നിന്നില്ലെങ്കിൽ കഴിയില്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനും കൂടി നിൽക്കണേ. അതന്നെ 9 മണിക്ക് അവർ വരും എന്ന് പറയും. അപ്പൊ നമ്മുടെ എത്ര നേരത്തെ എണീറ്റാലും നമുക്കിങ്ങനെ തന്നെയാട്ടാ. ആ സമയമാകുമ്പോ ഒരു ധൃതിയാ.
പൊതിച്ചോറ് എല്ലാം പൊതിയിൽ കഴിഞ്ഞിട്ടാ. എനിക്കും ചായക്കുള്ള പൊതിച്ചോറാണ് ഇപ്പൊ പൊതിയണത്. അപ്പതാ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാ ഒത്തിരി ടെൻഷൻ അടിച്ചില്ല ഷാഹിദ. അവര് വരാൻ നേരം വൈകി വെച്ചിട്ടുള്ള ഒരു സമാധാനമായി. എന്തായാലും എല്ലാം അവർക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞല്ലോ. പിന്നെ നോക്കിയ കറികളൊക്കെ ആയാലും കൃത്യമാണ്. സാമ്പാർ മാത്രം ഇത്തിരി കൂടുതലാവുന്നുണ്ടോ, അതിന് കുഴപ്പമില്ല. നമുക്ക് 2 ദിവസം ചൂടായി കഴിക്കും. അപ്പൊ ഇനിയിപ്പോ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കണേട്ടാ. നമ്മള് പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി. എന്തായാലും കൃത്യസമയത്തിന് നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടാ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഹായ് പറയുന്നത് ചേച്ചിമാരോടാണ്. അപ്പം അംബികേച്ചി ഹായ്, ശോഭേച്ചി ഹായ്, കമല എം കമലേച്ചി ഹായ്, ബീന പ്രഭാകരൻ ബീനേച്ചി ഹായ്, വത്സല സുരേന്ദ്രൻ വത്സലേച്ചി ഹായ്. ഇനി എനിക്ക് ഹായ് പറയാനുള്ളത് അനീത്തിമാരോടാണ്. ശോഭിത ഷാജഹാൻ ശോഭിത ഹായ്, മായ എസ് മായ ഹായ്, ജാസ്മിൻ അൻവർ ജാസ്മിൻ ഹായ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. അവരെല്ലാം പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി. ഇനി ഞങ്ങളുടെ പൊതിച്ചോറ് കഴിച്ച് ഞങ്ങൾ കഴിക്കില്ല. എനിക്ക് പൊതിച്ചോറ് എന്റെ കാര്യം ഓർക്കുമ്പോൾ എന്റെ അച്ഛൻ മെഡിക്കൽ കോളേജിലേക്ക് ഇടുന്ന ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് നേരെ ഓപ്പോസിറ്റ് 3 അച്ഛന്മാര് ചേട്ടനയ്യന്മാരാണ് അവര്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ക്ലാസ്സിന്റെ പൊതിച്ചോറ് മേടിക്കും. പിന്നെ വേറെ ആരെങ്കിലും 1-2 പേരുടെ ക്ലാസ്സിന്റെ കൂടി പൊതിച്ചോറ് മേടിച്ചു കൊടുക്കും. എന്നിട്ടുണ്ടല്ലോ അവരതിലത്തെ ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ട് ബാക്കിയുള്ള ചോറൊക്കെ അത് കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് രാത്രിയിൽ അതാണ് അത് കഴിച്ചിരുന്നത്. അത് കാരണം എനിക്ക് പൊതിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിന്റെ സ്മെല്ലിനെ കഴിക്കുമ്പോ എന്താ രസം. പൊതിഞ്ഞു വെച്ചാലും കുറച്ചു നേരം പൊതിഞ്ഞു വെച്ചല്ലോ, അങ്ങനെ ഒരു ഇത് അതേപോലെ ഇരിക്കുക. അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ടല്ലേ, ഇതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചിട്ട് അപ്പൊ നമുക്ക് നിർത്തല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം.